Vishuddhi is considered as the most mysterious in the entire system. എല്ലാ ചക്രങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, അതിനെ മാസ്റ്റർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. പക്ഷേ വിശുദ്ധി ചക്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ മാസ്റ്റർ ചെയ്യാനോ ഇതിനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോപ്പർ സിസ്റ്റം എവിടെയും നിലനിൽക്കുന്നില്ല. ഈവൻ യോഗയിൽ പോലും ഇതിനെ എങ്ങനെയൊക്കെ മാസ്റ്റർ ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള പല ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും എക്സ്പീരിയൻഷ്യലി അറിഞ്ഞ ഒരാൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല. അവർ ആ മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പോലും പല രീതിയിലുള്ള കോഡ് ഭാഷയിലാണ്. അതായത് യു കാൺഡ് ആക്ടിവേറ്റ് ഇറ്റ് വിത്ത് എ പ്രോപ്പർ മെത്തേഡ്. അവിടെ എത്ര മെത്തേഡ്സ് അവിടെ എഴുതി കാണിച്ചാൽ പോലും എക്സ്പീരിയൻഷ്യലി കടന്നുപോയ ഒരാൾക്കറിയാം ഇറ്റ്സ് എ കോഡിങ്. സത്യത്തിൽ അങ്ങനെ ഒരു മെത്തേഡ് അവിടെ നിലനിൽക്കുന്നില്ല. ഓരോ ഋഷികളും ഇതിനെ പെർസീവ് ചെയ്ത ഓരോ ആൾക്കാരും സാധകരെ കൃത്യമായ പാത്തിൽ, കൃത്യമായ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാനുള്ള ചില ട്രിക്കുകളാണ് ഇവിടെ കൈകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിശുദ്ധി ആക്ടിവേറ്റ് ചെയ്യാൻ കൃത്യമായ മെത്തേഡ്സ് അല്ല അവരവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് യു മൈറ്റ് വണ്ടർ, അതെന്താണ് അങ്ങനെ? എല്ലാ ചക്രങ്ങൾക്കും മെത്തേഡ്സ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി വിശുദ്ധിക്കും ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് വിശുദ്ധിക്ക് മെത്തേഡ്സ് ഇല്ല എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇൻ ദ ആംഗിൾ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് അവൻ്റെ എൻലൈറ്റ്മെൻ്റ് ആണ്, സ്പിരിച്വൽ ഫ്രൂഷൻ. സ്പിരിച്വലി നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് കപ്പാസിറ്റിയിലേക്ക്, കംപ്ലീറ്റ് റിയലൈസേഷനിലേക്ക് എത്തുന്നു. അതാണ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പാത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വിശുദ്ധിയുടെ ആവശ്യമേ ഇല്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും വിശുദ്ധി സ്കിപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്താൽ പോലും, സ്കിപ്പ് ചെയ്ത് വർക്ക് ചെയ്താൽ പോലും സ്റ്റിൽ യു വിൽ ബി ഗെറ്റ് എൻലൈറ്റൻഡ്. വിശുദ്ധ ചക്രയെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് യോജിക് സിസ്റ്റം കൊണ്ടുപോകാനുള്ള മെയിൻ റീസൺ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കപ്പാസിറ്റിയും ഡേഞ്ചേഴ്സുമാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിശുദ്ധി ചക്രം 5ാമത്തെ പോയിൻ്റാണ്. 7 ചക്രത്തിലെ 5ാമത്തെ ചക്രമാണ് വിശുദ്ധി ചക്രം. ഇത് കഴിഞ്ഞിട്ടാണ് ആജ്ഞാചക്രവും സഹസ്രാരയും നിലനിൽക്കുന്നത്. മനുഷ്യൻ്റെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ ഈ അവസാനത്തെ 2 ചക്രങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും അവനെ എൻലൈറ്റൻഡ് ആക്കുന്നതും. ഈ 2 ചക്രങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങളുടെ എൻലൈറ്റ്മെൻറ്റ് പാത്തിൽ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ മുഴുവൻ ആക്ടിവേറ്റ് ചെയ്താൽ പോലും ദർ ഇസ് നോ യൂസ് ഇഫ് യു ഡോണ്ട് ഹാവ് ആജ്ഞ ആൻഡ് സഹസ്രാര. ആൻഡ് ഈ ഒരു ആജ്ഞാ ചക്രത്തിൽ എത്തിയാൽ മാത്രമേ പ്രകൃതി രഹസ്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ വർക്കിങ്ങിനെക്കുറിച്ചും കർമ്മയെക്കുറിച്ചും സ്വന്തം ജീവിതത്തിൻ്റെ നിലയെക്കുറിച്ചും എല്ലാം ഒരു സാധകന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ he will only attain a spiritual maturity when he touches Agna. അതിനു മുൻപ് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇൻ ടേംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർസെപ്ഷൻ. സോ ഒരു സാധകൻ്റെ ആംഗിളിൽ, ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ എവല്യൂഷൻ്റെ ആംഗിളിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു സാധകൻ വിശുദ്ധി ചക്രയിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസീവായി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ വിശുദ്ധി ചക്രത്തിൻ്റെ കപ്പാസിറ്റി കാരണം, അതിൻ്റെ കഴിവുകൾ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത കാരണം ഈ ഒരു അഗ്നിയിൽ സാധകൻ പെട്ട് ഇല്ലാതാവാനുള്ള സാധ്യത. ഫോർ എക്സാമ്പിൾ, വിശുദ്ധി ഗീവ്സ് യു എനോർമസ് ഒക്കൾട്ട് എബിലിറ്റീസ്. ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെ മുകളിലും ഒരു കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു നിയമമുണ്ട്. അത് ധിക്കരിച്ച് ഇവിടെ ആർക്കും ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല. പ്രപഞ്ചത്തിനും അതിൻ്റേതായ ചില റൂളുകളും റെഗുലേഷൻസും എല്ലാം ബാധകമാണ്. ലെറ്റ്സ് എ ഒരു മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു ഹ്യൂമൻ ബോഡിയാണുള്ളത്, അല്ലേ? നമ്മളെവിടെയുണ്ട്, നമ്മൾക്കൊരു ശരീരമുണ്ട്. ഈ ശരീരത്തെ ഒരു ടൂളായി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പിരിച്വൽ എവല്യൂഷന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇതാണ് പ്രകൃതി നിയമം. ഇതിനെ ധിക്കരിക്കാനോ ഇതിനെ മറികടക്കാനോ ആർക്കും സാധിക്കില്ല. ബട്ട് ഫോർ എ പേഴ്സൺ ഹു ഹാസ് മാസ്റ്ററി ഓൺ വിശുദ്ധി ചക്രയിൽ മാസ്റ്ററുള്ള ഒരാൾക്ക് he can live in multiple bodies. അതായത് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് എൻ്റെ ഈ ശരീരം, എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൈമറി ബോഡി ഉപയോഗിച്ചിട്ടാണെങ്കിലും എനിക്ക് ഒരേ സമയം 1, 2, 3, 4, 100, 1000 ശരീരങ്ങളിലേക്ക് പ്രവേശിക്കാനും അവരിലൂടെ എനിക്ക് ഫങ്ഷൻ ചെയ്യാനും സാധിക്കും ഇഫ് ഐ ഹാവ് കൺട്രോൾ ഓൺ മൈ വിശുദ്ധി. അവരെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വലാണ്, ഡിഫറെൻറ്റ് ബോഡിയാണ്, എല്ലാമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞാൻ തന്നെയായിരിക്കും. ഐ ക്യാൻ ഡു, ഐ ക്യാൻ ആക്ട്, ഐ ക്യാൻ സ്പീക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ശരീരത്തെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം.
ഞാൻ പറയുന്നത് ഈ ബ്ലാക്ക് മാജിക്കിൽ കാണുന്ന പോലെ ഇവിടെ നിന്ന് ദൂരെയുള്ള ഒരാളെ കൺട്രോൾ ചെയ്യുന്ന കാര്യമല്ല. ഐ ക്യാൻ സ്റ്റാൻഡ് ഇൻ മൈ ഓൺ ബോഡി ആൻഡ് എഗെയിൻ ഐ ക്യാൻ എക്സ്റ്റെൻഡ് മൈസെൽഫ്. എൻ്റെ ശരീരത്തിൽ ഒരു ഫൗണ്ടേഷനായി നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള പല ശരീരങ്ങളിൽ പ്രവേശിക്കാനും അവരിലൂടെ ആക്ട് ചെയ്യാനും എനിക്ക് സാധിക്കും. ഇതതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റിയാണ് യു വിൽ ഗെയിൻ എനോർമസ് മാസ്റ്ററി ഓൺ നോൺ ഫിസിക്കൽ ബീങ്സ്. അതായത് ഇപ്പോൾ ലോവർ ലെവലിലെ നോൺ ഫിസിക്കൽ ബീങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെകുത്താൻ, ഒടിയൻ, ചാത്തൻ, പ്രേതം, ഭൂതം, പിശാച്, അതുപോലെ ഡയറ്റീസിനെ, ദൈവങ്ങളെ കാക്കുന്ന പല കാവൽ കാക്കുന്ന ചില ഡീമൺസ് ഉണ്ട്. ഇത്തരം ബീങ്സിന് മേൽ ടോട്ടൽ കൺട്രോൾ ഉണ്ടാവും. ഇൻ ദ സെൻസ് അവരെ വരുത്താനും അവർക്ക് ഓർഡർ കൊടുക്കാനും അതുപോലെ അവരെ അനുസരിപ്പിക്കാനും നിങ്ങൾക്ക് കമാൻഡിങ് പവർ ഉണ്ടാവും. ഇതിൻ്റെ ഒരു സ്ലൈറ്റസ്റ്റ് വേർഷനാണ് നമ്മൾ ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത്. അത് വിശുദ്ധി ചക്രയുടെ മാസ്റ്ററി അല്ല. അവർ ചില മന്ത്രങ്ങളുടെ സഹായത്തിലൂടെ വിശുദ്ധി ചക്രത്തിൻ്റെ ഒരു ടേസ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യുകയും ആ ടേസ്റ്റ് വഴി ഇത്തരം ബീയിങ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ വിശുദ്ധി ചക്ര ആക്ടിവേറ്റ് ആണെങ്കിൽ ഇത് സാധ്യമാണ്. ഇതിന് പുറമെ ഹയർ ആയിട്ടുള്ള നോൺ ഫിസിക്കൽ ബീയിങ്സിനെ, ദാറ്റ് മീൻസ് ഡയറ്റീസ്, ദേവന്മാർ എന്നൊക്കെ പറയുന്ന കുറച്ചുകൂടെ ഹയർ ലെവലിൽ നിൽക്കുന്ന ബീയിങ്സിനെ പോലും വേറെ ലോകത്തു നിന്ന് ഇങ്ങോട്ട് വരുത്താനും നിങ്ങളുടെ കമാൻഡിൽ അവരെ അനുസരിപ്പിക്കാനും സാധിക്കും. ഇതാണ് അതിൻ്റെ മറ്റൊരു എബിലിറ്റി. സോ ഇതിൻ്റെ ഡേഞ്ചർ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ നിങ്ങൾ വിശുദ്ധി ഫുള്ളി മാസ്റ്റർ ചെയ്തില്ല, ആജ്ഞാ ചക്രയിൽ പ്രവേശിക്കുകയും ചെയ്തില്ല. ഇങ്ങനെയാണ് കേസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കും. ഈ കഴിവുകളിൽ അങ്ങ് ഉല്ലസിച്ച് രസിച്ച് മയങ്ങി പ്രകൃതിയുടെ മായയിൽപ്പെട്ട് എവല്യൂഷൻ സംഭവിക്കാതെ നിങ്ങൾ അവിടെ തന്നെ പെട്ടുപോകും. ഈ ഒരു ഡേഞ്ചർ നിലനിൽക്കുന്നത് കൊണ്ടാണ് 1% താഴെ ആളുകൾക്ക് മാത്രമേ കുണ്ടലിനിയിൽ വർക്ക് ചെയ്താൽ പോലും വിശുദ്ധി ആക്ടിവേറ്റ് ആവുകയുള്ളൂ. അതായത് പ്രകൃതിക്ക് വ്യക്തമായിട്ട് അറിയണം, ഇവർക്ക് മുഴുവൻ കപ്പാസിറ്റി കൊടുത്താൽ പോലും ദേ വിൽ ഓൺലി യൂസ് ഇറ്റ് പ്രോപ്പർലി. കൃത്യമായ ബോധമുള്ളവർക്ക് മാത്രമേ ഇത് നൽകിയിട്ടുമുള്ളൂ. ഈ 2 എബിലിറ്റീസ് കൂടാതെ മൂന്നാമതൊരു എബിലിറ്റി കൂടെ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത് പുരാണ കഥകളിൽ പോലും സവിശേഷമായ ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതം കടഞ്ഞെടുത്ത കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അമൃതത്തിൻ്റെ ഇടയിലൂടെ പുറത്തു വന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോയ്സണാണ് കാളകൂട വിഷം. പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള പോയ്സൺ ആയിട്ടാണ് ഋഷികൾ ഇതിനെ വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു ടോക്സിക് പോയ്സൺ ഒരു തടസ്സവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ സ്വന്തം ശരീരത്തിലേക്ക് വിഴുങ്ങിയ ഡയറ്റയാണ് പരമേശ്വരൻ. നമുക്ക് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ധീരതയും ഈ ലോകത്തിന് വേണ്ടിയുള്ള സ്നേഹമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. ബട്ട് ഇൻ യോജിക് സിസ്റ്റം, യോഗയുടെ കണ്ണിലൂടെ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ ഈ കഥയ്ക്ക് ഒരു മെറ്റാഫിസിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ശിവൻ്റെ നിറം എന്താണ്? നീലയാണ്. വിശുദ്ധ ചക്രയുടെ കളർ എന്താണ്? അതും നീല തന്നെയാണ്. സോ ശിവ ഈ പോയ്സൺ കൺസ്യൂം ചെയ്തത് കൊണ്ടാണ് നീലകണ്ഠനായത് എന്ന് പറയപ്പെടുന്നു. അതായത് ഇദ്ദേഹത്തിന് ഓൾറെഡി വിശുദ്ധ ചക്ര ഉണ്ട്. ഓൾറെഡി വിശുദ്ധ ചക്ര ഇദ്ദേഹം ആക്ടിവേറ്റായി വെച്ചിരിക്കുന്ന ഒരു ഡയറ്റയാണ്. ആൻഡ് ഫൈനലി ഈ ഒരു കാളകൂടം എന്നുള്ള ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്നപ്പോൾ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ അതിനെ കൺസ്യൂം ചെയ്യുകയാണ്. അത് ചുമ്മാ ഒന്നും അറിയാതെ അങ്ങോട്ട് ചാടി കൊടുക്കുകയല്ല. പക്ഷേ ഹീ ക്ലിയർലി നോസ് തനിക്ക് മാത്രമേ ഈ ഒരു പോയ്സണെ ഡൈജസ്റ്റ് ചെയ്യാനും ഇതിനെ സ്വന്തം ശരീരത്തിൽ ലയിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് അബ്സല്യൂട്ട് മാസ്റ്ററി ഓൺ ദ വിശുദ്ധി, ഏത് തരത്തിലുള്ള വിഷവും ഏത് തരത്തിലുള്ള ഡാർക്ക്നെസ്സും ഫുഡായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇത്തരം മാസ്റ്ററി കൈകൊണ്ട ആൾക്കാരാണ് ഒരേ സമയം ഫിസിക്കാലിറ്റിയിലും നോൺ ഫിസിക്കാലിറ്റിയിലും ഇരിക്കുക. ജസ്റ്റ് ലൈക്ക് ശിവ. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്, നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ ആളുടെ കയ്യിൽ നിന്ന് ഇനീഷ്യേറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. യൂഷ്വലി നമ്മൾ പല ആൾക്കാർ, ലോകത്തിൽ എത്രയോ ആൾക്കാർ പല ആളിലൂടെ ഇനീഷ്യേറ്റ് ആവുന്നുണ്ട്. ബട്ട് സ്പെസിഫിക്കലി വിശുദ്ധി മാസ്റ്ററുള്ള ഒരു ഗുരുവിലൂടെയാണ് നിങ്ങൾ ഇനീഷ്യേറ്റ് ആയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പീരിയൻസ് ദ പേഴ്സൺ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ സാധന ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ പറയുന്നത് അവരുടെ ഗ്രേസ് അനുഭവിക്കുന്നു എന്നോ ടെലിപ്പത്തിക്കലി അവരെ ഫീൽ ചെയ്യുന്നോ അങ്ങനെയല്ല പറയുക. അത് എല്ലാ യോഗികൾക്കും സാധ്യമാണ്. ഐ എം സ്പെസിഫിക്കലി സെയിങ് യു ക്യാൻ എക്സ്പീരിയൻസ് ദം ഫിസിക്കലി നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന പോലെ, നടക്കുന്ന പോലെ, നിങ്ങൾ ടച്ച് ചെയ്യുന്ന പോലെ
അവരുടെ വോയിസ് പോലും നിങ്ങൾക്ക് തൊട്ടടുത്ത് കേൾക്കാൻ സാധിക്കും. അത് മനസ്സിൻ്റെ ഒരു ഗെയിമല്ല, ദേ ആർ റിയലി ദേ ആർ, സിംപ്ലി ബിക്കോസ് ദേ ആർ അബ്സല്യൂട്ട് മാസ്റ്റേഴ്സ് ഓഫ് വിശുദ്ധി ചക്രം. ഇവർ മരിച്ചാലും ജീവിച്ചാലും ജന്മമെടുത്താലും ഇല്ലെങ്കിലും ശരീരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവും. അവർ ഈ പ്രപഞ്ചത്തിലെ ഓരോ ആറ്റത്തിലും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും, സിംപ്ലി ബിക്കോസ് ദേ ഹാവ് മാസ്റ്ററി ഓൺ ദ വിശുദ്ധി. അവർ ഒരേ സമയം ദൈവവുമാണ് മനുഷ്യനുമാണ്, ഒരേ സമയം ആറ്റവുമാണ് ഈ പ്രപഞ്ചമാണ്. അവർ ഗ്രോസുമാണ് സറ്റലുമാണ്, അവർ മൈക്രോകോസമാണ് മാക്രോകോസമാണ്. ഈ ഒരു യോജിക് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് സർവ്വവ്യാപി എന്ന ടേം തന്നെ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ഒംനി പ്രസൻറ്റ്, എല്ലാവരുടെയും വ്യാപിച്ച് കിടക്കുന്ന ദാറ്റ് ബീയിങ്, ദാറ്റ് ഈസ് സർവ്വവ്യാപി. ആൻഡ് അങ്ങനെ ആവാൻ പറ്റുന്ന ഒരേ ഒരു നിലയാണ് ദ വിശുദ്ധി, നത്തിങ് എൽസ്.